ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലടാ, നിന്റെ ഈ ഉടായിപ്പൊന്നും അമ്മ എടുത്ത് നടക്കത്തില്ല. അതാ ഇനം വേറെയാ. അതെ അതെ, മുന്തിയ വിഷമുള്ള എന്നാ. ഏയ്, നീ ആരെ കുറിച്ച് പറയണേ? എന്റെ അമ്മയെ കുറിച്ചിട്ടാ. നിങ്ങളുടെ അമ്മ ആയതുകൊണ്ടാണ് ഞാൻ ഈ കേസ് വിട്ടത്. അല്ലെങ്കിൽ ആ മത്തായനെ വിളിച്ചോണ്ട് ഞാൻ വീട്ടിലോട്ട് കയറി വന്നേനെ. എന്തൊക്കെയാടാ വേണുകൂട്ടാ നീ പറയുന്നത്? നീ എപ്പോഴും വലിയവായി പറയുമല്ലോ, നിങ്ങളുടെ അമ്മ എന്റെ അമ്മയെ പോലെയാണ്, നിങ്ങളുടെ കുടുംബം എന്റെ കുടുംബം പോലെയാണ്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആ ഒരൊറ്റ കേസ് കൊണ്ടാണ് ഞാനിത് വിട്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ വിവരം അറിഞ്ഞാനെ. എന്നാലുവേ എനിക്ക് പോലും ആ മത്തായിയെ പേടി. അമ്മയ്ക്ക് ഒരു പേടിയില്ലടാ. എങ്ങനെ പേടിക്കാനാ? അവര് തന്നിഷ്ടപ്രകാരം വളർന്നല്ലേ, പിന്നെ എങ്ങനെ അവര് പേടിക്കും? അതുകൊണ്ടൊന്നും അല്ലടാ, അമ്മ പല പടക്കുറുപ്പുമാരുടെ കുടുംബത്തിലെ അതിന്റെയാ. പടക്കുറിപ്പ് എന്നെ കൊണ്ടൊന്ന് പറയിക്കില്ലേ പ്രകാശി? ദാ പോണു നിങ്ങളുടെ അമ്മയും പെങ്ങളും. നിക്കാൻ പറ. അമ്മേ, നിങ്ങളെവിടെ പോണു? ഞങ്ങള് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. ഈ ബാഗ് പിടിച്ചോട്ടോ. എടാ പൊന്നു മക്കളെ, ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടോട്ടാ. എടുക്കടി. സംഭവം പ്രകാശിക്ക് മനസ്സിലായോ? മത്തായിനെ പേടിച്ച് രണ്ടും നാട് വിടാനുള്ള പരിപാടിയാ. അത് ശരി, എല്ലാം കൂടെ എന്റെ തലയെ കൊണ്ടു വെച്ചിട്ട് നിങ്ങൾ എന്നോട് രക്ഷപ്പെടാനുള്ള പരിപാടിയല്ലേ? എടാ പ്രശ്നം തീർക്കാൻ നിനക്കറിയാലോടാ. ഞങ്ങളൊന്ന് പൊക്കോട്ടെടാ മക്കളെ. ചേട്ടന് മാത്രല്ല വേണുക്കുട്ടിന് നന്നായിട്ട് അറിയാം രക്ഷപ്പെടാനുള്ള വഴി. ഓ, എന്നെ സോപ്പിടാനാണെങ്കിൽ നിന്റെ വായിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടല്ലോ. മോനെ, ബസിന്റെ സമയം പോവും, ഞങ്ങൾ പൊക്കോട്ടെ മക്കളെ. ബസ്സിൽ പോകണ്ടെന്നേ, നമുക്ക് അല്ലാതെ പോകാം. നീ ഇങ്ങോട്ട് പോ. അമ്മയെ രക്ഷപ്പെടുത്താനേ കൊണ്ടുപോകണം. ഞാൻ പിടിക്കാനോ? ഫോൺ വിളിച്ചിട്ട് എടുക്കണല്ലോ അച്ഛൻ. മിക്കവാറും അച്ഛനെ മുങ്ങിക്കണോ? അത് തന്നെ കാര്യം. അല്ലെങ്കിലും ഒരു പ്രശ്നം വന്ന നിങ്ങളുടെ അച്ഛന്റെയും അച്ഛമ്മയുടെയും പാരമ്പര്യത്തിലുള്ളവർക്ക് മുങ്ങാൻ വേണ്ടി നല്ല കഴിവാ. അമ്മ കൊറേ നേരമായില്ലേ ഈ പാരമ്പര്യം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അമ്മേ ദേ നോക്കിയേ, ദേ മുങ്ങിയാരൊക്കെ പൊങ്ങി. ഒളിച്ചോടി പോവല്ലേ? പിടിക്കൂ. ഞാൻ നിങ്ങൾ കൊണ്ടുപോയതല്ലേ. അച്ഛമ്മ അപ്പച്ചി ആരോടും പറയണ്ട എവിടെ പോയതാ? ഞങ്ങൾ ആരോടും പറയാണ്ട് ഒരു ഷോപ്പിങ്ങിന് പോയതാ. അത് ഈ കത്ത് വായിച്ചപ്പോ മനസ്സിലായി. കത്തൊക്കെ എഴുതി വെച്ചിട്ടാണോ പോയത്? നോക്കിക്കോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കത്ത് എഴുതി വെക്കണ്ടാവുന്നു. എടാ മക്കളെ, ആ മത്തായി ആളെ കൂട്ടി വരുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടുന്ന് അങ്ങ് മുങ്ങിയേക്കാലോ. എന്നെ അതിന് കിട്ടത്തില്ല. ഞങ്ങളെ കിട്ടത്തില്ല അതിനൊന്നും. അച്ഛമ്മയെ പോലെയല്ല, നിങ്ങൾക്കെങ്കിലും ആത്മധൈര്യം ഉണ്ടല്ലോ. അമ്മേ, നമ്മൾ നാട് വിടാനൊന്നും പോണ്ട. അവരുടെ നഷ്ടപരിഹാരം കൊടുത്താ പോരെ? ഞാൻ ചത്താലി ചില്ലി പൈസ കൊടുക്കൂല. അപ്പൊ പ്രകാശേ, നിങ്ങളുടെ അമ്മയുടെ അടിയന്തരത്തിനുള്ള പന്തലിടാനുള്ള പരിപാടി നോക്കിയോ? അമ്മ, നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ലെങ്കിൽ പാപ്പാടി കുടുംബത്തിലെ നിലവാരം മൊത്തം പോവും. അച്ഛമ്മ പടത്തലവന്മാരെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട കേട്ടോ. എന്റെ അച്ഛമ്മ ആ നഷ്ടപരിഹാരം കൊടുക്ക്, എന്നിട്ട് പാരമ്പര്യം സൂക്ഷിക്ക്. നിങ്ങളുടെ കെട്ടിയോന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ റോൾ മോഡലായിരുന്നു. ആര്? ഇവന്റെ അച്ഛനോ? ആ പാരമ്പര്യം നശിപ്പിച്ച് കളയല്ലേട്ടാ. നഷ്ടപരിഹാരം കൊടുത്തോ അമ്മ? എത്രയാന്ന് വെച്ചാ മക്കളെ, ഞാൻ നഷ്ടപരിഹാരം കൊടുത്തോളാം. ആ ലിസ്റ്റും കൊടു. ലിസ്റ്റാ? വായിച്ചു കേൾപ്പിക്ക. ലിസ്റ്റ് ഇതേ അമ്മ കേട്ടോ. ഉലഹന്നൻ 3000 രൂപ 10 മൂട് ഏത്തവാഴ. കേച്ചേരി സദാശിവൻ പാല് 15 ലിറ്റർ 2000 രൂപ. പിന്നെ കൂവപ്പറമ്പിൽ സതീഷ് കൂവകൃഷി നശിപ്പിച്ചത് 5745 രൂപ. കൂവയ്ക്ക് ഭയങ്കര വില, അതാട്ടോ അത്രയും കയറ്റി ചെയ്തേ. വെട്ടുതറ മത്തായി സൈക്കിൾ, ഒരു ഫുള്ള് സൈക്കിള് മൊത്തം നശിപ്പിച്ചു, അതിൻ്റെ 7000 രൂപ. മണിയങ്കര രവി ഡബിൾ മുണ്ട് കീറിയത് 1200 രൂപ, ഒറ്റ മുണ്ടുള്ളൂ. സുധാമണി ചട്ടിക്കച്ചവടം 50 മൺചട്ടി 800 രൂപ. മുറുക്കാങ്കട ബംഗാളി 25 കിലോ കിഴങ്ങ് 50 മുറുക്കാൻ 400 രൂപ. തട്ടുകട വേലായുധൻ തട്ടുകട പൊളിച്ചത് 1500 രൂപ. ലളിതാ കുമാരൻ 275 മുട്ട പൊട്ടിച്ച് 2000 രൂപ. പിന്നെ ഓട്ടോ കാശ് 3500 രൂപ, എല്ലാവരും വീട്ടിൽ കൊണ്ട് നമ്മൾ വിട്ടില്ലേ, അതിൻ്റെ 3500 രൂപ. പിന്നെ സർവീസ് ചാർജ് 3000 രൂപ. എന്തിനാണ് സർവീസ് ചാർജ്? പിന്നെ ഞാനാണല്ലോ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത്, അപ്പൊ എൻ്റെ ഒരു സർവീസ് ചാർജ് ഒരു 3000 രൂപ.